ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ട്രാക്കിനെ കുറിച്ചാണ്. നമുക്ക് ട്രാക്കിൽ ഇറങ്ങാം. നമുക്ക് ഒരാൾക്ക് ട്രാക്കിൽ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മുടെ കൂടെ ആൾറെഡി ഉണ്ട്, മോട്ടോർ ടാക്സി ഉണ്ട്. അപ്പോൾ മോട്ടോർ ടാക്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആൾറെഡി നമുക്കൊരു പുതിയൊരു ആൾക്ക് ട്രാക്കിൽ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലെവൽ 1 എന്നുള്ള സർട്ടിഫിക്കറ്റ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ലെവൽ 1 സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമുക്ക് എന്തിനു പറയാം, ഫസ്റ്റ് തന്നെ ഒരു അക്കാഡമി, അതായത് നമുക്ക് കുറേ അക്കാഡമീസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ റേസിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ സെർച്ച് ചെയ്യുന്ന കുറേ അക്കാഡമി, VR റേസിസ് അല്ലെങ്കിൽ ഇപ്പം റോക്ക് സ്റ്റാർ റേസിംഗ് അക്കാഡമി. ഞാനിപ്പോൾ ഫസ്റ്റ് ഇതെടുത്തത് അപ്പെക്സ് റേസിംഗ് ആണ്. അപ്പെക്സ് റേസിംഗ് നൈസാണ്, ഇച്ചിരി പ്രീമിയമാണ്, നല്ല പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പെക്സ് റേസിംഗിൽ പോയി പഠിക്കാം. പക്ഷേ അവിടെ ഇച്ചിരി കൂടി കോസ്റ്റ്ലിയാണ്, ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉള്ളതാണ്. നമുക്ക് എന്നാലും നല്ല പ്രാക്ടീസും ട്രാക്ക് ഡേ കിട്ടുന്ന രീതിയിലാണ് റോക്ക് സ്റ്റാർ റേസിംഗ് ഉള്ളത്. അപ്പോൾ അവിടെ വരികയാണെങ്കിൽ ഒരു 15,000 ഒക്കെയാണ് ലെവൽ 1 ട്രാക്ക് ഡേ വരുന്നത്. അപ്പോൾ മിനിമം ഒരു 15,000 ഒക്കെ എന്തായാലും വരും ലെവൽ 1 കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓപ്പൺ ട്രാക്ക് ഡേ ഒക്കെ ഇറങ്ങാമെന്നുള്ളതാണ്. ഇല്ലെങ്കിലും നമുക്ക് കുറച്ച് ഓപ്പൺ ട്രാക്ക് ഡേ ഒക്കെ പോയി ഇറങ്ങാൻ പറ്റും. പക്ഷേ നമുക്ക് എങ്ങനെയാണ് ട്രാക്കിൽ പോയി ഓടിച്ചിട്ട് തിരിച്ചു വരേണ്ടത്, അവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെവൽ 1 സർട്ടിഫിക്കറ്റ് എടുക്കണമെന്ന് പറയണത്. ആൾറെഡി അപ്പോൾ ഇത് ലെവൽ 1 അറ്റൻഡ് ചെയ്യാണ്ട് ഒരാൾക്ക് ട്രാക്കിൽ ഇറങ്ങാൻ പറ്റുമോ? ലെവൽ 1 അറ്റൻഡ് ചെയ്യാൻ അവിടെ ലൈസൻസും കാര്യങ്ങളൊന്നും ആരും ചോദിക്കുന്നില്ല. നമുക്ക് റേസിന് ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് ശരിക്കും FMSI ലൈസൻസ് വേണമെന്നുള്ളൂ. ലെവൽ 1 അറിയാണ്ട് നമുക്ക് ട്രാക്കിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ അറിയുമെങ്കിൽ, അല്ലെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് നമുക്ക് ഉറപ്പുണ്ട് പോയിട്ട് അവിടെ മിസ്റ്റേക്ക് ഒന്നും കാണിക്കില്ല. ഇപ്പോൾ ഫ്ലാഗ് കാണിച്ചിട്ട് നമ്മൾ അതൊക്കെ കറക്റ്റ് റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനൊന്നും പ്രശ്നമൊന്നും വരാതെ കറക്റ്റായിട്ട് നിയമങ്ങളൊക്കെ പാലിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 1 സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് പോയി ഇറങ്ങാം, എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ആൾറെഡി അതേപോലെ തന്നെ നമുക്ക് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെ സേഫ്റ്റി മെറ്റീരിയൽസാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്? ട്രാക്കിൽ ഇറങ്ങുന്ന സേഫ്റ്റി മെറ്റീരിയൽസ് പറഞ്ഞാൽ മെയിനായിട്ട് മറ്റേ ഡോട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റ്, അത് ഡബിൾ ഡീറിങ് കോമ്പറ്റബിൾ ആയിട്ടുള്ള സാധനം തന്നെ വേണം. കാരണം ക്ലിപ്പ് ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നെക്കിൽ ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ അതും ഊരി പോകാനായിട്ട്, ഇപ്പോൾ എന്തെങ്കിലും തട്ടിയിട്ട് ഊരി പോകാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലിപ്പായിട്ടുള്ള പിൻ അങ്ങനത്തെ സെറ്റപ്പ് സമ്മതിക്കില്ല. ഡബിൾ ഡീറിങ്ങിൻ്റെ ഹെൽമെറ്റ് വേണം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സിംഗിൾ മെഷ് ലെതർ സ്യൂട്ട്. ഡബിൾ മെഷ് ലെതർ സ്യൂട്ട് കഴിഞ്ഞാൽ വീഴുമ്പോൾ അല്ലെങ്കിൽ ഇൻ കേസ് ആ സ്ലൈഡായി പോകുന്ന ആ ഒരു ഇമ്പാക്റ്റിൽ ചിലപ്പോൾ സിബൊക്കെ ഇട്ടായിരിക്കും ചിലപ്പോൾ ബോട്ടവും ഇതും കൂടെ അപ്പറും കൂടെ ഒരുമിച്ച് ഒറ്റ പീസ് ആക്കണത്. പക്ഷെ അത് വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡബിൾ മെഷ് ഒരിക്കലും സമ്മതിക്കില്ല. സിംഗിൾ മെഷായിട്ട് ഒറ്റ സ്യൂട്ട് വേണം. ഇപ്പോൾ ട്രാക്കിൽ ഇറങ്ങിയ സിംഗിൾ മെഷ് ഷൂട്ട് മസ്റ്റ് ആയിരിക്കും, ലെതർ സ്യൂട്ട് മസ്റ്റാണ്. പിന്നെ നമുക്ക് ഫുൾ ആംഗിൾഡ് ഗ്ലൗസ് ഏതാണ്ട് ഈ ഡിസ്റ്റൻസ് ഇത്രയ്ക്ക് വലിപ്പം വരുന്ന ഗ്ലൗസ്. അപ്പോൾ നമുക്ക് സ്യൂട്ട് ഇവിടെ വരെ വന്ന് നിൽക്കും, അതിൻ്റെ മുകളിൽ കൂടെ ഗ്ലൗ ഇവിടെ വരെ വന്ന് നിൽക്കും. അതൊരു എക്സ്ട്രാ സേഫ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ സമ്മതിക്കുള്ളൂ. പിന്നെ അതേപോലെ ബൂട്ട് ഫുൾ ആംഗിൾഡ് ഏതാണ്ട് മുട്ടിൻ്റെ കൂടെ വരെ വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ബൂട്ട്. അത് നമുക്ക് പ്രൈസിങ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ബിഗിനർക്കാണെങ്കിൽ ഒരു 10,000 രൂപ താഴേക്ക് ആയിട്ട് കിട്ടും, ബൂട്ട് കിട്ടും. ഒരു ഗ്ലൗ ആണെങ്കിലും ഏതാണ്ട് ഒരു 5,000 ആ റേഞ്ചിലൊക്കെ കിട്ടും. ഇപ്പോൾ ഷീൽഡിൻ്റെയൊക്കെയാണ് 3,000 സംതിങ്ങിനൊക്കെ കിട്ടും. പിന്നെ ഹെൽമെറ്റും ഏതാണ്ട് ഒരു 10,000 ആ റേഞ്ചിലൊക്കെ കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഫ്രഷേഴ്സിന് ഇറങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ബെസ്റ്റ് ട്രാക്ക് നമുക്കിപ്പോൾ ഏത് ട്രാക്കിൽ വേണമെങ്കിൽ ഇറങ്ങാം. ഇപ്പോൾ ബിഗിനർക്ക് നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോയി ഇറങ്ങാനാണെങ്കിൽ നമുക്ക് ഏറ്റവും എടുത്ത് ആക്സസിബിൾ ആയിട്ടുള്ളത് കാരി മോട്ടോർ സ്പീഡ് ആണ്. അപ്പം അവിടെ ഏതെങ്കിലും അക്കാഡമികൾ ഇതേപോലെ ട്രാക്ക് ഡേ നടത്തുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങാം. പിന്നെ ഇച്ചിരി കോസ്റ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് അർവാണി ഗ്രിഡിൽ പോയിട്ട് അവിടെ PNP ഓടിക്കാൻ പറ്റും. അവിടെ രാവിലെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അത് രാവിലെ ഗോക്കാ ട്രാക്കാണ്, പക്ഷെ എന്നാലും 1 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്. നമുക്ക് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ അത് മതി. ഞാൻ അവിടെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ രാവിലെ പോയി നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഒരു 6 മണി ഓടി 11 മണി വരെ ആയിരിക്കും അവർ നമുക്ക് ബൈക്കേഴ്സിൻ്റെ ടൈം അലവ് ചെയ്തേക്കണം. ഒരു 1000 രൂപയൊക്കെ കൊടുത്താൽ മതിയോ? ഓക്കെ, നമുക്കപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ട്രാക്കിൽ ഇറങ്ങേണ്ട വണ്ടി എങ്ങനെയായിരിക്കണം, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ? ട്രാക്കിൽ ഇറങ്ങാൻ വണ്ടിക്ക് അങ്ങനെ വലിയ ഇതില്ല. നമ്മൾ ഹെഡ് കവർ ചെയ്യണം, ഹെഡ് ലൈറ്റും കാര്യങ്ങളും ചില്ലൊക്കെ ഉള്ളതൊക്കെ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ചൊന്ന് കവർ ചെയ്യണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മിറർ അങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉള്ളത് ജസ്റ്റ് ഒന്ന് അഴിച്ചു മാറ്റുക. അത് ഒട്ടിച്ച് വെച്ചിട്ട് ഓടിച്ചാൽ തന്നെ ഓക്കെ ആണ്. പിന്നെ റേസ് ഓടിക്കുമ്പോൾ അതിൻ്റെ റെഗുലേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ടാവും, ഫുള്ള് പ്രിൻറ്റഡ് ആയിട്ടൊരു സാധനം തരും. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് റെഗുലേഷൻസ് റൂൾസ് ഇതൊക്കെ നോക്കിയിട്ടുള്ള വണ്ടികൾ മാത്രമേ അവർ സ്കൂട്ടനി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് പാസ്സാവുള്ളൂ. അത് റേസ് ഓടിക്കാനായിട്ട് പ്രാക്ടീസ് ആയിട്ട് ഇപ്പോൾ ഏത് വണ്ടി ആയാലും കുഴപ്പമില്ല, സ്റ്റോക്ക് വണ്ടി. അപ്പോൾ ആൾറെഡി നമുക്കിതൊരു പ്രൊഫഷണലായിട്ട് കാണാനാണെങ്കിൽ ഇതിൻ്റെ ആൾറെഡിൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും? പ്രൊഫഷണലായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് പൈസ ഇറക്കണം. ആദ്യം പ്രാക്ടീസ് ചെയ്ത് നമ്മൊരു ഫോമിൽ ആ ഒരു പേസിൽ എത്തിക്കഴിഞ്ഞാൽ ടൈമിംഗ് ഒക്കെ ചെയ്ത് അത് വിന്നിങ് പേസിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു റിട്ടേൺസ് കിട്ടുമെന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഓടിച്ച് സെറ്റായിട്ട് ആ ഒരു പേസിൽ എത്തണം. അതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പൊട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് സ്പോൺസേഴ്സിനൊക്കെ കിട്ടി വരും.
പിന്നെ അതേപോലെ ഒരുപാട് ജോബ് വേക്കൻസീസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഇപ്പം ഞങ്ങളുടെ കോച്ച് പുള്ളി തന്നെ ആൾക്ക് റേസിങ്ങിൻ്റെ ഇതിൽ നിന്നാണ് സെലക്ഷൻ വന്നത്. പുള്ളി ഇപ്പോൾ ടയർ ടെസ്റ്ററായിട്ട് TVS ടയേഴ്സിൽ വർക്ക് ചെയ്യണേ, ഏതാണ്ട് 1 lakhൻ്റെ അടുത്ത് സാലറി ഉണ്ട്. പിന്നെ ഈ ബൈക്കിൻ്റെ ടെസ്റ്ററൊക്കെ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും കമ്പനീസിലും അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ട്രാക്കിൽ പോയി വെറുതെ വണ്ടി ഓടിച്ച് ടെസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ പല ജോബ് വേക്കൻസീസും ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ട്രാക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട്. പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫാക്ടറി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ നമുക്ക് കിട്ടാനുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഫാക്ടറി റേസിംഗ് അക്കാഡമിയിലേക്ക് സെലക്ഷൻ. അതായത് ഹോണ്ട ഫാക്ടറി റേസിംഗ്, TVS ഫാക്ടറി റേസിംഗ്, യമഹ ഫാക്ടറി റേസിംഗ്, അങ്ങനെയൊക്കെയുള്ള ഇത്. യമഹ ഫാക്ടറി റേസിംഗ് ഓൾറെഡി നമ്മൾ ഇന്ത്യയിൽ നിന്ന് അവർ നിർത്തി, അവർ ഇട്ടിട്ട് പോയി. പിന്നെ ഹോണ്ട ഫാക്ടറി റേസിംഗ് ഒക്കെ ഉണ്ട്. അവർ ഏതാണ്ട് ഒരു 10,000 ഒക്കെ 1 day സാലറി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഇതും റൂം അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളൊക്കെ വേറെ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയ പൊളിയാണ്, പക്ഷെ അത്ര സ്കില്ലുണ്ടാവണം, അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കോമ്പറ്റീഷൻ റേസ് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. റേസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ നമുക്ക് MRF ഇത് ടയേഴ്സ് അവരൊക്കെ ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യണം. MRF ടയേഴ്സ്, TVS ടയേഴ്സ് കണ്ടക്ട്. കഴിഞ്ഞ പ്രാവശ്യം TVS ടയേഴ്സാണ് ഇത് കണ്ടക്ട് ചെയ്തത്. അതുപോലെ ഇവൻറ്റ് പോലെയാണ് അവർ റേസ് കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ എൻഡ്യൂറൻസ് റേസ് TVS ടയേഴ്സാണ് സ്പോൺസർ ചെയ്ത് കണ്ടക്ട് ചെയ്തത്. അതുപോലെ തന്നെ MRF ടയേഴ്സാണ് ഈ ഏതാണ്ട് ഒരു 8 റൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പം അതൊരു 2 റേസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മന്ത്ലി എന്നുള്ളൊരു ഇതിലായിരിക്കും. ബാക്കി റേസൊക്കെ ഒരു 2 ദിവസത്തെ റേസ്, 2 റേസൊക്കെ ഉണ്ടാവുള്ളൂ. KMS 50 അതേപോലെ FJRS ഇതൊക്കെ 2 ദിവസത്തെ റേസ്, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. 2 റേസൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ ഓവറോൾ നോക്കിയിട്ടായിരിക്കും ചാമ്പ്യൻഷിപ്പ് ഒക്കെ നോക്കുന്നത്. ഓക്കെ, ആൾറെഡി ഇത് പ്രൊഫഷണലായിട്ടല്ലേ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓടിച്ചൊന്നും അതിനോടുള്ള ക്രേസ് ആയി. പിന്നെ ഞാനിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പേസൊക്കെ ഉണ്ട്. അതൊരു 2:9, 2:10 ഒക്കെ ചെയ്യുന്നുണ്ട് MMRTയിൽ. ആ ഒരു ഇതിൽ നിന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻഡ്യൂറൻസിലായാലും ഞാൻ ആ ഒരു ടൈമിങ് തന്നെ ചെയ്തായിരുന്നു. ഇപ്പോൾ എത്ര വർഷം പ്രാക്ടീസ് തുടങ്ങിയിട്ട്? ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഏതാണ്ട് ഒരു 2 വർഷമായി. പക്ഷേ ഞാനത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലെവലിൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 yearൻ്റെ ഒരു ഡിസ്റ്റൻസ് ഗ്യാപ്പിലൊക്കെ ആയിട്ടാണ് എടുത്തത്. ഗ്യാപ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് അത് പ്രൊഫഷനിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് ഇല്ല, റേസിംഗ് ഇല്ലാണ്ട് പറ്റില്ല. റേസിംഗ് അത്ര പോലെയാണ്. റോട്ടിൽ വണ്ടി ഓടിക്കണമെന്നൊന്നുമില്ല. റോട്ടിൽ വണ്ടി ഓടിക്കാൻ തന്നെ ഇപ്പോൾ അങ്ങനെ വലിയ ഇതൊന്നും തോന്നല്ലേ. കാരണം റോട്ടിൽ പുഷ് ചെയ്ത് വണ്ടി ഓടിച്ചിട്ടൊന്നും മനസമാധാനപരമായിട്ട് പോവുക, അതുമാത്രമാണ് എനിക്ക് റോഡിൽ ഓടിക്കുമ്പോൾ ഇപ്പോൾ തോന്നണുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിലാണെങ്കിൽ അക്രമമൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല. എൻ്റെ പകുതി പോലും നമുക്ക് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ. പിന്നെ സേഫും അല്ല. ട്രാക്കിൽ വെച്ച് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വണ്ടി എടുത്ത് നോക്കിയിട്ട് എന്താണ് കറക്ഷൻ, എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ഓടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടൊക്കെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പ്രൊഫഷനായിട്ട് എടുത്തത്. ഓക്കെ, ഇപ്പോൾ ആൾറെഡി ഫസ്റ്റ് ടൈം ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എന്താണ്? ഫസ്റ്റ് ടൈം ട്രാക്കിൽ ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാർമാക്കൊക്കെ പൊളിയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. നമുക്ക് പോയിട്ട് പൊളിച്ചടക്കാമെന്ന് വെച്ചാൽ നമ്മൾ ട്രാക്കിലേക്ക് ഇറങ്ങും. അവർ പോയിട്ട് ഒരു റൗണ്ട് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ഓരോ കോർണറിലേക്ക് ചെന്ന് കയറുമ്പോൾ, അതായത് സ്ട്രെയിറ്റ് സ്ട്രെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒടുക്കത്തെ വളവൊക്കെ ആയിരിക്കും. നല്ല കട്ട ബ്രേക്കൊക്കെ അടിച്ചിട്ട് തിരിക്കുന്നതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ലൈൻ അല്ലെങ്കിൽ നമുക്ക് ആ വളവ് വളയ്ക്കാൻ പറ്റില്ല. അതായത് ട്രാക്കിൽ ഓടിക്കുമ്പോൾ ഒരു ഔട്ട് എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. നമ്മൾ റോട്ടിൽ ഓടിച്ച ട്രാക്കിൽ വരുമ്പോൾ ആ ഒരു ഭയങ്കര വ്യത്യാസമാണത് നമ്മൾ ആലോചിക്കുമ്പോൾ. അപ്പം അത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാവും. നമ്മൾ റോട്ടിലെ പോലെ വളയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളവ് വളച്ച് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ശരിക്കും പേടിയാവും, കിളി പറക്കും. പിന്നെ നമ്മൾ ഓടിച്ച് ആ ഒരു ഇതിലേക്ക് അവർ പറയണ ആ ഒരു ലൈനിലേക്ക് ഒരു സംഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സീനാണ്, വേറെ ലെവൽ, ഭയങ്കര എൻജോയ്മെൻറ്റ്, വേറൊരു ഫണ്ട് കിട്ടും. ആൾറെഡി അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുറച്ച് പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു GoPro എടുക്കുക, ജസ്റ്റ് ഒന്ന് ട്രാക്കിലൊന്ന് പോവുക, സെറ്റ് ആവുക. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിലൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിലൂടെ എങ്ങനെയും വണ്ടി ഓടിക്കാമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ആൾറെഡി പറയാനുള്ളത് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തിൽ? ട്രാക്കിൽ വണ്ടി ഓടിച്ചിട്ട് റോട്ടിൽ വന്ന് അക്രമം കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല. കാരണം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ റോട്ടിൽ ഭയങ്കരമായിട്ട് അക്രമം കാണിച്ചിരുന്ന ആളാണ്. ഞാൻ സിംഗിൾ ഹാൻഡൊക്കെ ഒരു കയ്യിൽ ഫോണൊക്കെ പിടിച്ച് വീഡിയോ എടുക്കുന്ന സീനൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നാൽ ട്രാക്കിൽ പോയിട്ട് വന്നവനെ നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ട്രാക്കിൽ പോയി കാണിക്കുന്ന അക്രമമൊന്നും നമുക്ക് റോഡിൽ കാണിക്കാൻ പറ്റില്ല. ട്രാക്കിൽ പോയിട്ടൊന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടേക്ക് കാണിച്ചിട്ട് എന്തിന്, നമുക്ക് ഇനി ട്രാക്കിൽ തന്നെ മതി എന്നുള്ള സീനാവും. അവിടെ പോയിട്ട് ആ ഒരു അനുഭവം, അത് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു അഡ്രിനാലിൻ റഷ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചിലവരൊക്കെ പറയുന്നുണ്ട് വീഡിയോ എടുത്തിട്ട് റീച്ച് ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവന്മാർ ഇത് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ എടുത്ത് ടിക്ടോക്ക് പോലെ സീനൊക്കെ ചെയ്താലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമാറ്റിക് സീനൊക്കെ ചെയ്താൽ മതി. പക്ഷേ ഈ റഷ് വീഡിയോ എനിക്ക് തോന്നണം അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇതിന് മാത്രമല്ല, നമുക്കൊരു അഡ്രിനാലിൻ റഷ്, ആ ഒരു ഫീല് നമുക്ക് കിട്ടും വണ്ടി പുഷ് ചെയ്ത് ഓടിക്കുമ്പോൾ. അതൊരു എന്താ പറയുക, ഒരു മൈൻഡിൽ വേറൊരു ഫീലാണ്. ഭയങ്കര ഇപ്പോൾ സ്ട്രെസ്സും കാര്യമാണെങ്കിൽ അതൊക്കെ മാറും. ഭയങ്കര റിലാക്സേഷൻ ഉള്ളൊരു സംഭവമാണ്. വേറെ ലെവൽ ഫീലാണ് നമ്മൾ പുഷ് ചെയ്ത് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. അത് നമുക്ക് റോട്ടിൽ ഓടിക്കുമ്പോൾ കിട്ടണ്ടില്ല എന്നല്ല, പക്ഷേ നമ്മൾ അത് ട്രാക്കിൽ വന്ന് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ടോയ്സ് എന്നല്ല പറയുക, ഒരു 50 times ഒക്കെ മോറായിരിക്കും കിട്ടണത് നമുക്ക് അവിടെ ട്രാക്കിൽ കിട്ടണം. നമ്മൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഈ ഒരു ഫീല് അവിടെ കിട്ടണത് അത്ര ടൈംസ് കൂടുതലായിരിക്കും, ഇരട്ടിയായിരിക്കും.
അപ്പോൾ പിന്നെ അത്രയും ഫീൽ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഫീലിന് അതിൻ്റെ ഒരു കുഞ്ഞൊരു ഭാഗം ഫീലിന് വേണ്ടി നമ്മൾ റൂട്ടിൽ ഒരു കാരണവശാലും അത് കാണിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അതാണ്. ഓക്കെ, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ജസ്റ്റ് നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് എടുത്ത് ഒരു ഗോപ്രോ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് ടൂറിങ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ EMI ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി എടുക്കും, ഒരു ഗോപ്രോ എടുക്കും, ഫുള്ളി റോട്ടിൽ കിടന്നുള്ള അഭ്യാസം കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ അത് ശരിയാണ്. ഞാൻ മുന്നും ഗോപ്രോ ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ വീഡിയോസ് ഒന്നും വരാണ്ടിരുന്നത്. അല്ലെങ്കിൽ മുന്നേ എൻ്റെ വീഡിയോ ഒക്കെ ഇതേപോലെ വന്നായിരുന്നു. ഞാനൊന്ന് ഫോണിലൊക്കെയുള്ള സീനായിരുന്നു. ഫോണൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. കാരണം അവർ റോഡ് മാത്രം കണ്ടിട്ടുള്ളൂ. മുന്നും ആൾക്കാർ വലിയവരൊക്കെ അവർ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് കേട്ടിട്ട് അവർ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും. പിന്നെ അവർ ഓടിച്ച് നോക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ഫീൽ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. പിന്നെ അവർ കണ്ടുവരുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർ കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ജനറേഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വേറൊരു ബൈക്കർ കമ്മ്യൂണിറ്റി വേറൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും റേസിങ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുള്ളൂ. ഈ ഒരു സംഭവം, അതായത് ഈ റോഡിൽ റഷ് ചെയ്ത് ഓടിക്കുക എന്നുള്ളൊരു സീൻ മാറും എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ മെയിനായിട്ട് ട്രാക്കിൽ ഇറങ്ങുമ്പോൾ ബേസിക്കായിട്ട് പഠിക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതാണ്. നമുക്ക് ആൾറെഡി ഡീറ്റെയിൽസ് Instagram ID കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആൾറെഡിനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബേഴ്സിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ള തലമുറ ഇങ്ങനൊരു സംഭവം ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റോഡിലിറങ്ങി എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ഒരു ചെറിയ ചർച്ച ഉണ്ടായി. ഞാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, എനിക്ക് ഇതുവരെ ഇങ്ങനെ ഈ റാഷ് ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ അത് ബൈ ലെക്കുന്ന മാത്രമേ പറയുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങുകയാണ്, നമ്മൾ ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, നമുക്ക് ഒന്നും പറ്റില്ലായിരിക്കും, നമുക്കൊന്നും ഭാഗ്യം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി നമ്മുടെ ജീവിതം അവിടെ തീരാൻ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു 100-140 ആ റേഞ്ചൊക്കെ ക്രോസ് ചെയ്ത് നിൽക്കുക. മെയിനായിട്ട് ആദ്യം പറഞ്ഞാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു ദിവസം ട്രാക്കിൽ ഇറങ്ങി നോക്കുക. ട്രാക്കിൽ ആ ഒരു ഫീൽ കിട്ടുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് റോട്ടിൽ ഇങ്ങനത്തെ അഭ്യാസങ്ങൾ കാണിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി മാറി തന്നെ കിട്ടും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.